സാധാരണയായിട്ട് മിക്ക പേഷ്യൻസിനും ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റിസ്, അതായത് ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥ, ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. അത് പാരമ്പര്യമായിട്ട് ചില പേഷ്യൻസിന് ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരാം. അങ്ങനെ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡയബറ്റിസ് അതായത് ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഒരുപാട് അവയവങ്ങളെ, അതായത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ അത് ബാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി. ഇപ്പോൾ ഡയബറ്റിസ് കുറെ നാൾ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല, നിങ്ങളുടെ ഷുഗർ ലെവൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ അത് കിഡ്നി അഫക്ട് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ക്രിയാറ്റിൻ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. അതുപോലെ കണ്ണിന്റെ കാഴ്ചക്കുറവ്, അതായത് കണ്ണിലേക്കുള്ള ഒരു ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ കണ്ണിലേക്കുള്ള നരമ്പുകളെ ബാധിച്ചിട്ട് അതിനെ നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയും. അങ്ങനെ അതായത് കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അതുപോലെ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിന് അതായത് കാലുകളിലേക്ക്, അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി കാലിൽ എഫക്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ മുറിവുകളൊക്കെ പിന്നീട് വലിയ അൾസർ ആവുകയും അങ്ങനെ ആ അൾസർ അതായത് കുറെ കാലം